വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന നഴ്സിംഗ് ഹോംസ് ആണ് ഇപ്പൊ എവിടെയും. നോക്കാം, എല്ലാവരും ബിസിനസ് ചെയ്യുന്ന ബാങ്ക് ലോൺ എടുത്തിട്ടല്ലേ. ഇവനെവിടെ? ഹാസി മദ്രാസിൽ നിന്നൊരു ചെക്കൻ വന്നേ പിന്നെ പാതിരാക്കാ വരുന്ന ദിവസവും. അച്ഛൻ കിടന്നോളൂ, വെറുതെ ഉറക്കൊളിക്കണ്ട. ആ വന്നു. ഒരു താക്കോലം ഞാൻ കയ്യിൽ വെക്കാന്ന് പറഞ്ഞ ഇതിനാണ്. വൈകിയാലെ ഏട്ടത്തി കിടക്കാമല്ലോ. പോയില്ലേ എന്നിന്റെ ഈ ചങ്ങാതി? ആ, നാളെ രാവിലെ. നിന്നെ മണക്കണുണ്ട്. ഒരു ദിവസം സാരില്ലെന്ന് അച്ഛൻ പറഞ്ഞു വെച്ചിട്ട് ആ കണക്കായി. ഇന്നലെ രാത്രിയും പോയി, പുകഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല. ദേവകി, മെഴുകുതിരി. എന്താ ഇത്ര വൈകിയത്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ദാ ഞാൻ ഇവിടെ ഉണ്ട്, വേഗം വാന്നേ. ഇവിടെ ഏട്ടേ, അടുത്ത മാസം ക്ലബിന്റെ വാർഷികത്തിന് എന്റെ മോണോ ആക്ടും മിമിക്രിയും ഉണ്ട്. നീ എന്നാ പോണേ? നിശ്ചയിച്ചിട്ടില്ല, വെക്കേഷൻ അല്ലേ. ഏട്ട പുറത്തു പോകുമ്പോ എന്താ എന്നെയും കൂട്ടാത്ത? കഴിക്കണില്ലേ? ഒക്കെ മേശപ്പുറത്തുണ്ട്. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. ആ ദേവകി, കുടിക്കാൻ കുറച്ച് വെള്ളം. ശരി. ഹരി, നീ അപ്പുറത്തോടെ ചെന്ന് കിടക്ക്. നളിനി അടുത്തോട്ട് പറഞ്ഞാൽ വിരിച്ചു തരും. ഇവിടെ കിടന്ന എന്താ ഏട്ടെ? ഇടയ്ക്ക് ചവിട്ട്, കുത്ത്, പല്ല് കടിക്കലേ, ഉറങ്ങാനേ പറ്റുന്നില്ല ഇവനെ കൊണ്ട്. ഏട്ടെ, ഞാൻ താഴത്ത് കിടന്നോളാം. നളിനി എടുത്ത് ഇവിടെ വിരിച്ചെന്നാ മതി. ഇടയ്ക്കൊരു തലേണ വെച്ചാ മതി. ഇവിടെ മതി. ഏട്ട കള്ളനെ തെരഞ്ഞ് രാത്രി പോകുമ്പോ എന്നെ ചവിട്ടാഞ്ഞാ മതി. ദാ വരുന്നു. ഞാൻ ഇറങ്ങാം, വാതിലടച്ചോളൂ. ഹോസ്പിറ്റലിന്റെ അടുത്ത് നിന്റെ ബാലമ്മാവന് ഒന്നാമതൊരു ക്വാർട്ടേഴ്സ് ഇല്ലേ? അടുത്ത ആശുപത്രി. അവിടെ എന്താ സുഖം. ആസ്പത്രി എനിക്ക് പേടിയാ. ഹരി, നീ വാ, നിനക്ക് ഡ്രോയിങ് റൂമിൽ വിരിക്കുന്നുണ്ട്. പേടിക്കാനില്ല, ദേവികയോട് കിടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ വേണമെങ്കിൽ അവനെ ഇവിടെ തന്നെ. വേണ്ട, 4 ദിവസം നിന്റെ കൂടെ നിക്കണ വെച്ച് മോഹിച്ചിട്ട് അവൻ വന്ന തന്നെ. അപ്പൊ തുടങ്ങി അവനെ ദ്രോഹിക്കാൻ. വാ ഹരി. ആമണക്കെണ്ണ. അനിയേട്ടാ, അനിയേട്ടനോട് അമ്മ വരാൻ പറഞ്ഞു. അനിയേട്ടൻ കേൾക്കാണ്ട് ഒറ്റ പോക്ക്. എവിടെ? ഇലക്ട്രിക്കിന്റെ ബില്ലടയ്ക്കാനുണ്ടായിരുന്നു. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇവനെ കാണാനേ ഇല്ലല്ലോ ഇപ്പോ. കൊറേ അലവലാതെയുണ്ട് സെറ്റില്. ധൃതി പിടിച്ച് പോണത് എന്തിനാന്ന് നിശ്ചയുണ്ടോ അമ്മേ? ഹാലിന്റെ ചോട്ടിലിരുന്ന് വഴി കൂടെ പോണവരെ നോക്കി കമന്റ് അടിക്കാൻ. അവിടെയല്ല, ഗസ്റ്റ് ഹൗസിലൊരു മദാമയുണ്ട്, അതിന്റെ കൂടെ നടക്കുക ഏത് നേരത്തും. പോടാ അവിടുന്ന്. അതേനെ, ഞാൻ കണ്ടതല്ലേ അങ്ങാടിന്ന്. വർത്താനത്തോട് വർത്താനം. ഞാൻ വിളിച്ചില്ല. ബില്ല് എവിടെ അമ്മായി? ആ, നിന്നെ കാണാനേ ഇല്ലല്ലോ എന്ന് പറയായിരുന്നു. കുറച്ച് തിരക്കുണ്ട്, പല ഫ്രണ്ട്സും വന്നിട്ടുണ്ട്, ഫോറിനേഴ്സ്. ഈ ബില്ലൊന്ന് അടയ്ക്കണം, നാളെ ലാസ്റ്റ് ഡേറ്റാ. ഓ, മദാമയുടെ കൂടെ ഇംഗ്ലണ്ടിൽ പോയെന്നല്ലേ വിചാരിച്ചേ? ഇംഗ്ലണ്ട് അല്ല, അമേരിക്ക. മദാമയുടെ പേരെന്താ അനിയേട്ടാ? തള്ളയ്ക്ക് മക്കളും കുട്ടികളൊന്നും ഇല്ല. അനാഥ മന്ദിരത്തിലെ കുട്ടികളെയല്ലേ ഇവറ്റ ഇവിടെ ഒന്ന് ദത്തെടുക്കാറ്. നോക്കട്ടെ മദാമയുടെ ഒരു കോലം. മാർഗരറ്റ് കഥകളി പഠിച്ചിട്ടുണ്ട്, മലയാളമൊക്കെ പറയും. അവരുടെ ഫാദർക്ക് 120 ഷോപ്പിൽ ഒരു ചെയിൻ സ്റ്റോർ. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ക്ഷണിക്കാം.
ആരാ നിന്റെ കൂടെ ഒരു മദാമ്മ? അച്ഛാ അമേരിക്കൻ ടൂറിസ്റ്റുകളാ. ചില സ്ഥലങ്ങളൊക്കെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഈ അമേരിക്കയുടെ ഇംഗ്ലീഷ് ഇത്തിരി വ്യത്യാസമില്ലേ? ആ കുറച്ച്. ഉം. നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ അത് വായിച്ചാല് അവരുടെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ കഴിയും. സ്ഥലം കാണിക്കാൻ നീ നടന്നത് എന്താ നമുക്കൊരു ലഭ്യം? അത് പറഞ്ഞു പറഞ്ഞ് ഇംഗ്ലീഷ് നന്നാവും. ഐ ഹാവ് ഇംപ്രൂവ്ഡ്. ആ അത് നല്ലതാണ്. എനിക്കിവിടെ പഠിക്കാൻ ഒരു സ്കോളർഷിപ്പിന് അവർ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കേറ്റിന് ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കണം. പെരുമാറുമ്പോ പങ്ക്ച്വാലിറ്റി പഠിക്കണം. ടൈം പറഞ്ഞാൽ ടൈം ആവണം. അച്ഛാ എനിക്ക് 2 പാൻസിന്റെ തുണി. വാങ്ങിക്കോ, സീതാരാമന്റെ പീടിയെന്ന് വാങ്ങിക്കോ. അന്യ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഡീസന്റ് ആയിട്ട് നടക്കണം. ഞാനവിടെ നാളെ പറഞ്ഞിട്ട് പോവാം. താങ്ക്സ് അച്ഛാ. താങ്ക്സ് അച്ഛാ. ശരിയല്ലേ? ഏടത്തിയമ്മയെ സതിയില്ലാത്ത ഒന്നും പറയില്ല. ശരിയാണ്. അവന്റെ ഡീസൻസി മാനേഴ്സ് അത് കണ്ടവൻ മദാമിക്ക് ഇംപ്രഷൻ തോന്നി. ചെക്കൻ ചാടിക്കിടന്ന് വല്ല നാട്ടിലും പോയി നന്നാവോ എന്നുള്ള പേടി നിന്റെ ആങ്ങളുടെ മകളും ഭാര്യയാണെങ്കിലും ഉണ്ടാവും. അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവും. സ്വന്തക്കാരാകുമ്പോ അസൂയ കൂടും. ഇവിടെ എത്ര പിള്ളേര് തെക്കും മടക്കും നടക്കുന്നുണ്ട്. ഇവനെ തന്നെ ആയമ്മ സെലക്ട് ചെയ്യാൻ എന്താ? അവന്റെ ഡിസിപ്ലിൻ ഞാൻ വളർത്തിയത് അങ്ങനെയാണ്. സായിപ്പിനും മദാമയ്ക്കും ഒക്കെ അത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യും. ഭാസി എവിടെയെന്ന് അന്വേഷിക്കായിരുന്നു ഞാൻ. ഹരിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണമെന്നും പറഞ്ഞ് നളിന് കൂട്ടിക്കൊണ്ടുപോയി. ദേവകി, ദേവകി, എന്റെ ആ ബ്ലൂ ഷർട്ട് ഒന്ന് ഇസ്തിരിട്ട് വരുമോ? മുറിഞ്ഞെടുത്തോളൂ. ഇവിടെ ഒന്നുമില്ലല്ലോ. ഒക്കെ ഡ്രൈവർ എടുത്ത് ലോണ്ടറിയിലേക്ക് അയച്ചല്ലോ. നല്ല എടുത്തി ഇനി വാ. എന്താ നീ വരണം. ഞാൻ കാത്തിരിക്കുന്നു. ഭാസി, ഭാസി, ഇനി എന്നാ വഴിക്കൊക്കെ വരിക? ബാലന് ഇനി എന്നാ അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് അറിയില്ല. ഹരിയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവാ. ഓ, അവൻ പോവാണോ? ചെക്കന് ഇവിടുന്ന് വരാനേ ഇഷ്ടമില്ല. കളിച്ചു നടക്കാൻ നീ ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ടാവും. ആകെ ഒരു പേടിയില് റെഡിമെയ്ഡ്സ് ഉള്ളൂ, സെലക്ഷൻസും ഇല്ല. ഏട്ടെ, ഞാനിന്ന് പോവാ. പോയിക്കോ. ക്ലബിന്റെ ആനിവേഴ്സറിക്ക് ഞാൻ വരും. പോയി വാ. മവ വിട്ടുരാം. ഇരിക്കൂ, ചായ എടുക്കാം. എന്തൊക്കെയാ വാങ്ങിയേ?